കെ.എം. ഷാജി പറഞ്ഞത് ശരിയാണോ എന്ന് ഒന്ന് പരിശോധിക്കണമല്ലോ. രാംഷാ CP തത്സമയം ചേരുന്നുണ്ട്. മാളയിൽ നിന്ന് പൊയ്യ പഞ്ചായത്ത് മഠത്തുംപടി ജഡ്ജിമുക്ക് ഭാഗത്ത് താമസിക്കുന്ന ആന്റണിക്ക് PMAY പദ്ധതി പ്രകാരം ലഭിച്ച വീട്ടിൽ നിന്നാണ് രാംഷാ നമ്മളോടൊപ്പം ചേരുന്നത്. രാംഷാ, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വാർത്തയിലൂടെ നൽകുന്നതിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്താണ് PMAY പ്രകാരം നിർമ്മിക്കുന്ന വീടിന്റെ സവിശേഷതകൾ, അവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മധു, ഞാനിപ്പോൾ നിൽക്കുന്നത് പൊയ്യ പഞ്ചായത്തിലെ മടത്തുംപടി ഭാഗത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട് ഇത് ആന്റണി AJ എന്ന് പറയുന്ന ഒരാൾക്ക് നൽകിയ വീടാണ്. പക്ഷേ ഈ വീട്ടുകാരൻ ഇപ്പോൾ ഈ സ്ഥലത്തില്ല. കാരണം അദ്ദേഹം ജോലിയുമായി ബന്ധപ്പെട്ട് പുറത്താണ്. അദ്ദേഹത്തെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഈ വാർത്ത നൽകുന്നതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീടിന് മുന്നിൽ നിന്നും ഈ വാർത്ത നൽകുന്നത്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്കിവിടെ കാണാൻ കഴിയും ഈ വീടിന്റെ മുൻവശത്തായി ഇതിന്റെ ഈ ജനലിലായി ഈ ലോഗോ കൃത്യമായി പതിച്ചിട്ടുണ്ട്. അതായത് മാള ബ്ലോക്ക് പഞ്ചായത്ത് PMAYG പദ്ധതി എന്ന നിലയിൽ ആ പദ്ധതിയുടെ ലോഗോയും തൃശൂർ ജില്ല എന്നതും അതോടൊപ്പം തന്നെ ഈ ഉപഭോക്താവിന്റെ പേര് എന്താണ് എന്നത് ആന്റണി എന്ന പേര് ഉൾപ്പെടെ ഇവിടെ കൃത്യമായി ഈ ജനലിൽ പതിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീടിന്റെ ഉടമസ്ഥനുമായി സംസാരിച്ചപ്പോൾ ആന്റണി ചേട്ടൻ നമ്മളോട് പറഞ്ഞത് ഇത് വീട് കൈമാറുന്ന ഘട്ടത്തിൽ ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായും ഇത് വീടിന് മുന്നിൽ തന്നെ പതിക്കണം എന്നതാണ്. ഇത്തരത്തിൽ ചില വീടുകൾ ഇതിന് അയൽപക്കങ്ങളിലായി ചില വീടുകൾ കൂടിയുണ്ട്. അവരെല്ലാവരും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും സാധാരണക്കാരാണ്. അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് പുറത്താണുള്ളത് എന്നതുകൊണ്ടാണ് നമുക്ക് അവരെ കണക്ട് ചെയ്യാൻ ബന്ധപ്പെടാൻ കഴിയാതെ പോകുന്നത്. പക്ഷെ അവരോട് കൃത്യമായി നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. വീടിന് മുന്നിൽ ഇത്തരത്തിൽ ഈ ലോഗോ പതിക്കണം എന്ന് പഞ്ചായത്തിന്റെ ഭാഗമായി ഇതിന്റെ ഈ പദ്ധതിയുടെ ഭാഗമായി എത്തിയ ഉദ്യോഗസ്ഥർ കൃത്യമായി ഇവരോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ ആന്റണി ചേട്ടൻ നമ്മളോട് പറഞ്ഞതും. അത് ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഇത് ഇവിടെ തന്നെ കാണണം എന്ന നിലയിൽ തന്നെയാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് എന്നതാണ് നമ്മളോട് ഈ ആന്റണി ചേട്ടൻ ഉൾപ്പെടെ പറയുകയും ചെയ്തത്. നമ്മൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അപ്പോൾ അവരും പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ ചില ഉദ്യോഗസ്ഥർ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ്, നമുക്ക് നേരത്തെ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സോഷ്യൽ ഓഡിറ്റിംഗ്. ആ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ചില ഉദ്യോഗസ്ഥർ, കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ഈ വീടുകളിൽ സന്ദർശനം നടത്തും, പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ വീടിന്റെ മുന്നിൽ ഇത്തരത്തിൽ ഈ ലോഗോ പതിച്ചിരിക്കണം എന്നതാണ് കർശനമായ നിർദ്ദേശം ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നതാണ്. നമുക്ക് അറിയുന്നത് പോലെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീട് ലഭിക്കുന്ന ആളുകൾക്ക് 3-4 ഗഡുക്കളായിട്ടാണ് പണം ലഭിക്കുക. ആദ്യം ഈ വീടിന്റെ തറ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഗഡു ലഭിക്കും. പിന്നീട് സാധാരണ നമ്മൾ പറയുന്ന ലിന്റൽ വാർപ്പ് എത്തിക്കഴിഞ്ഞാൽ ആ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം ജിയോ ടാഗിംഗ് ഉണ്ട്. ആ ജിയോ ടാഗിംഗ് നടത്തി പിന്നീട് അതിന്റെ അടുത്ത ഗഡു ലഭിക്കും. പിന്നീട് മെയിൻ വാർപ്പ് കഴിഞ്ഞാൽ അടുത്ത ഗഡു, പിന്നീട് പൂർണ്ണമായും പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാലാണ് അവസാന ഗഡു ലഭിക്കുക എന്നതാണ്. ഈ അവസാന ഗഡു ലഭിക്കുന്നതിന് മുന്നായി ഈ ലോഗോ പതിച്ച് അത് ജിയോ ടാഗിംഗ് ചെയ്ത് വേണം ഇത്തരത്തിൽ ഈ അവസാന ഗഡു കൈപ്പറ്റാൻ എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞത് ശരിയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വീടുകൾക്ക് മുന്നിൽ ഈ ലോഗോ, അതായത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോയല്ല ഈ പദ്ധതിയുടെ ലോഗോ പതിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ 2024-25 പദ്ധതി കാലത്താണ് ഈ വീട് ലഭിച്ചത്. ഈ വീടിൽ ഉൾപ്പെടെ ആ ലോഗോ പതിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാകുന്നത്. മാധു, രാംഷാ CP ആണ് വിവരങ്ങൾ നൽകുന്നത്. ഇങ്ങനെ ഒരു ലോഗോ പതിക്കണം എന്ന കാര്യത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ടില്ല. അതിൽ യാതൊരു തരത്തിലുള്ള ഇളവിനും കേന്ദ്ര സർക്കാർ തയ്യാറുമല്ല. നമ്മളാണ് അതുമായി ബന്ധപ്പെട്ട ഒരു എതിർപ്പ് മുന്നോട്ട് വെച്ചത്. ആ കാര്യം വലിയ ചർച്ചയായി വരികയും ചെയ്തു. അതിനിടയിലാണ് കെ.എം. ഷാജിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം വരികയും വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. നമ്മളിപ്പോൾ രാംഷാ പരിശോധിച്ച നമ്മളോട് വിവരങ്ങൾ പറഞ്ഞു തന്ന വീടിന് മുന്നിൽ ഒരു യെല്ലോ കളർ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, നമ്മൾ എത്ര പേർക്ക് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു പദ്ധതി പ്രകാരം കിട്ടിയ വീടാണ് എന്ന സൂചന വിളിച്ചു പറയുന്ന ഒന്ന് വേണം എന്ന കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ലാത്ത ആളുകളുണ്ട് എന്ന് നമുക്കൊന്ന് സ്വയം പരിശോധിക്കാം. നമ്മൾക്ക് ഈ അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളെ പലപ്പോഴും സാധാരണ സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്വയം ചിന്തിക്കാം, അല്ലെ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കടക്കം ചിന്തിക്കാവുന്നതാണ്, നമ്മളിൽ എത്ര പേർക്ക് അത് സ്വീകാര്യമായിരിക്കും എന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നത്. പക്ഷെ അത് അധികാരത്തിലിരിക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും കെ.എം. ഷാജി പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, അത് ഇതിന്റെ പേരിൽ ഈ പണം നഷ്ടപ്പെടുത്തണമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ചിലർക്ക് സുരക്ഷിതമായ വീട് ഉണ്ടാകണം എന്നുള്ളതായിരിക്കും ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനേക്കാൾ
വലിയ കാര്യം. ചിലർക്ക് അങ്ങനെയായിരിക്കാം, അത് അവരുടെ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്നാണ് അവർ തീരുമാനമെടുക്കുന്നത്. കൺസെന്റ് അങ്ങനെയാണല്ലോ, ഒരു അവസ്ഥയിൽ നിന്ന്, ഒരു നിർഭാഗ്യകരമായ നിസ്സഹായമായ അവസ്ഥയിൽ നിന്നെടുക്കുന്ന അവരുടെ ഒരു തീരുമാനത്തെ നമുക്ക് അങ്ങനെ കൺസെന്റ് എന്ന നിലയ്ക്ക് കാണാനും കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്, മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ളത് കൊണ്ടാണ് വിമർശനങ്ങളും ഉണ്ടാകുന്നത്.